ഇപ്പോൾ കിട്ടിയത് ആരംഭിക്കുകയാണ്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുന്നു. വയനാട്ടിലെ ആളക്കൊല്ലി കാട്ടാന ബേലൂർ മഖ്നയെ വിടാതെ മോഴ. ബേലൂർ മഖ്നയെ മയക്കുവെടി വെക്കാൻ ബാവലി വനമേഖലയിലെത്തിയ സംഘത്തിന് നേരെ മോഴ പാഞ്ഞെടുത്തു. RRT സംഘം വെടിയുതിർത്ത് ശബ്ദമുണ്ടാക്കിയാണ് ആനയെ തുരത്തിയത്. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, ബേലൂർ മഖ്നയ്ക്കൊപ്പം തന്നെ ഈ മോഴയാനയും തുടരുന്നുണ്ട്. ഇന്നത് ദൗത്യസംഘത്തിന് നേരെ പാഞ്ഞെടുക്കുന്നു. 4ാം നാളിലെ ദൗത്യം, അതിന് നേരിടുന്ന വെല്ലുവിളികൾ, ഇപ്പോൾ ദൗത്യസംഘം സ്വീകരിക്കുന്ന നടപടികളൊക്കെ എങ്ങനെയാണ് സുർജിത്ത്? റിജിത്ത്, പുറത്ത് പ്രതിഷേധം ഉയരുമ്പോഴും എത്രമാത്രം സങ്കീർണമാണ് ബേലൂർ മഗ്ന ദൗത്യം. വനംവകുപ്പ് നടത്തുന്ന ശ്രമകരമായ ദൗത്യത്തിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത്രമാത്രം സങ്കീർണമായ വെല്ലുവിളികൾ നിറഞ്ഞ ദൗത്യമാണ് ഇപ്പോൾ വനംവകുപ്പ് സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങൾ തുടർച്ചയായി ഈ 200ഓളം വരുന്ന വനപാലക സംഘം വനത്തിനുള്ളിൽ ഈ ആനയെ തേടി നടക്കുകയാണ്. ഇതിനെ കൃത്യമായ ഒരു പോയിന്റിൽ കിട്ടിയാൽ മയക്കുവെടി വെക്കുക എന്നുള്ള ഒറ്റ ഓപ്ഷനിൽ, ഒറ്റ അജണ്ടയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരുപോലെ ഒരു മനസ്സായി പ്രവർത്തിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകുന്നത്. ഇന്നലെ തന്നെ ഒരു മോഴയാന ഈ മക്കനയുടെ കൂടെ, ബേലൂർ മക്കനയുടെ കൂടെ കൂടിയതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ആ ദൃശ്യത്തിൽ ഇതിനെ വിടാതെ പിന്തുടർന്നുകൊണ്ട് തന്നെ ഈ ആന എപ്പോഴും ഈ മോഴയാനയുടെ സാന്നിധ്യം തോൽപ്പെട്ടി കാടുകളിലുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതായിരുന്നു ആ ദൃശ്യം. ആ ആന ഇന്നും വിടാതെ ഈ കാടിനകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ, അതായത് 5:30 സിഗ്നൽ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആന ബാവലി കാട്ടിലുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം വനംവകുപ്പിന് ലഭിക്കുന്നു. ഇതനുസരിച്ച് ആദ്യം ട്രാക്കിംഗ് ടീം പോകുന്നു. ഇതിന് തൊട്ട് പിന്നാലെ മറ്റ് സംഘവും, അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ട വെറ്ററിനറി ഡോക്ടർമാരുടെ സംഘവും RRT സംഘവും മറ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘവും വനത്തിനകത്തേക്ക് പോകുന്നു. തിരച്ചിൽ ആരംഭിക്കുമ്പോൾ പല ഘട്ടങ്ങളിലും ആനയെ തൊട്ടടുത്ത് തന്നെ കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പക്ഷേ അത് കൃത്യമായൊരു പോയിന്റ് അല്ല. ഏറ്റവും വലിയ വെല്ലുവിളി തോൽപ്പെട്ടി നാഗർഹോളെ വനമേഖലയിൽ വരുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ആൾപ്പൊക്കത്തിലുള്ള പൊന്തക്കാടുകളാണ്. ഈ പൊന്തക്കാടുകൾക്കകത്തേക്ക് ആന മറഞ്ഞു നിൽക്കുമ്പോൾ അത് മയക്കുവെടി വെക്കുക പ്രായോഗികമല്ല. അത് കൃത്യമായ രീതിയിൽ തന്നെ ഈ ആനയെ കിട്ടണം, എങ്കിൽ മാത്രമേ മയക്കുവെടി ഉതിർക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വെല്ലുവിളി, സങ്കീർണമായ വെല്ലുവിളിയിലൂടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു മോഴയാന കൂടി പ്രതിസന്ധിയാവുന്നത്. കാരണം ഈ ആനയെ പല ഘട്ടങ്ങളിലും കണ്ടുകിട്ടുമ്പോൾ അതിനെ മയക്കുവെടി വെക്കാനുള്ള നീക്കം നടത്തുമ്പോൾ ഈ മോഴയാന ചാർജ് ചെയ്ത് വരുന്നു. ഒപ്പം തന്നെ ഈ ആനകൾ ഒരിടത്ത് നിൽക്കാതെ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് വനംവകുപ്പിനെ സംബന്ധിച്ചുള്ളത്. ഇന്ന് 4ാം ദിവസത്തെ ദൗത്യം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ ഇന്നും ആനയെ മയക്കുവെടി വെക്കാൻ സാധിക്കാതെ വരുന്ന ഒരു സ്ഥിതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം വെളിച്ചം മങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. പക്ഷേ അതിനെ വരും ദിവസങ്ങളിലെങ്കിലും അതിനെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ വനംവകുപ്പിനെ സംബന്ധിച്ചുണ്ട്. പ്രത്യേകിച്ച് ഈ വന മേഖല എന്ന് പറയുന്ന ഇവിടുത്തെ ഭൂമിശാസ്ത്രം തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അത് വലിയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരാൾ പൊക്കത്തിലുള്ള വനമേഖലയാണ്. ആ വനമേഖലയെ തരണം ചെയ്ത് മുറിവുകൾ സംഭവിച്ച് അത്തരത്തിലുള്ള അനുഭവം ഈ RRT സംഘത്തിനും വനംവകുപ്പ് ഉദ്യോഗസ്ഥ സംഘത്തിനും ഉണ്ടാകുന്നു. എന്തായാലും പുറത്ത് പ്രതിഷേധം പോകുമ്പോഴും ഇവർ എത്രമാത്രം ദുഷ്കരമായ ദൗത്യമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ പ്രധാനപ്പെട്ട ആ ദൃശ്യങ്ങൾ തന്നെ അത് തെളിയിക്കുകയാണ്. കാരണം തൊട്ട് മുന്നിലേക്ക് മോഴയാന പാഞ്ഞു വരികയാണ്. ആ പാഞ്ഞു വരുമ്പോൾ പോലും അതിൽ പടക്കം പൊട്ടിച്ചും മറ്റും ശബ്ദമുണ്ടാക്കി ആനയുടെ ശ്രദ്ധ തിരിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും ഈ ആന വനപാലകരുടെ ആ സംഘത്തിന് മുന്നിലേക്ക് പാഞ്ഞു വരുന്നതാണ് ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. സ്വാഭാവികമായും ഇതാണ് പ്രതിസന്ധി. ഈ പ്രതിസന്ധിയെ തരണം ചെയ്ത് വേണം ഇതിനെ മയക്കുവെടി വെക്കാൻ. എന്തായാലും മയക്കുവെടി വെക്കുക എന്നുള്ള പോയിന്റിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. അതിനായി കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിസന്ധികൾ ദൗത്യത്തിന് നേരിടുന്നുണ്ട്. നാട്ടുകാരെങ്ങനെയാണ്, പ്രദേശവാസികൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കാരണം അവരുടെ ആശങ്ക ഇപ്പോഴും മാറിയിട്ടില്ല. 4 ദിവസം പിന്നിടുന്നു, ഇപ്പോഴും മയക്കുവെടി വെക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിനോട് അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സൂര്യ,
ഇന്നലെ ഈ വനപാലകരെ തടയാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. വനപാലകരെ ഈ ഇരുമ്പുപാലം എന്ന് പറയുന്ന പ്രദേശത്ത് തെരച്ചിലിന് പോയി വനപാലകരെ തടയാൻ DFO അടക്കമുള്ളവർ വാഹനത്തിലുണ്ടായിരുന്നവരെ തടയാൻ ഒരു ശ്രമം ഉണ്ടായിരുന്നു. ഇത് തുടർന്നൊരു ചർച്ച നടന്നു. ജനപ്രതിനിധികളെല്ലാം തന്നെ ഇത് മനസ്സിലാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം ഇതാണ് അവസ്ഥ, ഇതിൻ്റെ സങ്കീർണത എന്ത് എന്നുള്ള ബോധ്യത്തിലേക്ക് ജനങ്ങളും ജനപ്രതിനിധികളും എത്തിയിട്ടുണ്ട്. പക്ഷേ ഏതാനും ചേരെല്ലാം തന്നെ പ്രതിഷേധവുമായി രംഗത്ത് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അവരെ എല്ലാം തന്നെ പറഞ്ഞ് അനുനയിപ്പിക്കാനും ഇതാണ് സങ്കീർണത എന്ന് ബോധ്യപ്പെടുത്താനും വനപാലകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ തലപ്പത്തുള്ള ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. മാത്രമല്ല ഈ പൊതുജന പങ്കാളിത്തത്തെയും ഈ സെർച്ചിന് വേണ്ടി ഉപയോഗിക്കണമെന്നുള്ള ആവശ്യം ജനപ്രതിനിധികൾ ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ 4 പേരെ ഈ മേഖലയിലുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരെ സംബന്ധിച്ച് കാടറിയുന്ന ആളുകളാണ്. കാട്ടിൽ തന്നെ കാടിൻ്റെ ഓരത്തുള്ള ഊരുകളിൽ ജനിച്ച് വളർന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് കൃത്യമായി അറിയാം. അതുകൊണ്ട് അവരെ കൂടി 4 പേരെ ഇത്തരത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരെ കൂടി പ്രയോജനപ്പെടുത്തി ജനകീയ പങ്കാളിത്തത്തിലുള്ള തെരച്ചിലാണ് നടക്കുന്നത്. സ്വാഭാവികമായും ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇത്ര ദുഷ്കരമായ ദൗത്യമാണെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൈമൈ മറന്ന് തൊഴിലെടുക്കുന്നുണ്ട് എന്നുള്ളതും കൃത്യമായ രീതിയിൽ ബോധ്യം ആളുകൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ ദൗത്യം വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ജനങ്ങൾക്കുള്ളത്, വനപാലകർക്കുള്ളത്, ഏവർക്കുമുള്ളത്. റീജിത്ത്. ശരി, ബേലൂർ മഗ്നയ്ക്കൊപ്പം മറ്റൊരു മോഴയാന കൂടി തുടരുന്നത് വലിയ പ്രതിസന്ധിയായി ദൗത്യത്തിൽ മാറുന്നുണ്ട്. മയക്ക് വെടിവെക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. ഇന്ന് മയക്ക് വെടിവെക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയും ദൗത്യസംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. വനമേഖലയിലെത്തിയ സംഘത്തിന് നേരെ ബേലൂർ മഗ്നയ്ക്കൊപ്പമുള്ള മോഴ പാഞ്ഞടുക്കുകയും ചെയ്തു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇന്ന് ചേരാനിരുന്ന UDF നേതൃയോഗം മാറ്റിവെച്ചു. നിയമസഭാ സമ്മേളനം നീളുന്നതിനാലാണ് യോഗം മാറ്റിയത്. 2 ദിവസത്തിനകം യോഗം ചേരും. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, ലീഗിൻ്റെ 3ാം സീറ്റ് എന്ന ആവശ്യം ശക്തമായി അവർ ഉയർത്തുന്നതിനിടെയാണ് ഇന്ന് യോഗം ചേരാനിരുന്നത്. ഇന്നത്തെ യോഗം മാറ്റിയ പശ്ചാത്തലം, ഇനി യോഗം ഇന്ന്, അത് സംബന്ധിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ സലീം? റീജിത്ത്, നിയമസഭാ സമ്മേളനം ഇപ്പോഴും തുടരുകയാണ്. ഈ സമ്മേളനം ഇന്ന് രാത്രി വരെ നീളും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഇന്നത്തെ UDF നേതൃയോഗം മാറ്റിയത്. പക്ഷേ ഉർവശി ശാപം ഉപകാരം എന്ന നിലയിൽ തന്നെയാണത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് UDFനെ സംബന്ധിച്ചിടത്തോളം ഈ UDF യോഗം ഇന്ന് മാറ്റിവെക്കേണ്ടി വന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം മുസ്ലിം ലീഗ് ഇന്നെങ്കിലും ഒരു അനുനയത്തിലേക്ക് എത്തുമെന്നും ആ സീറ്റ് ആവശ്യത്തിൽ നിന്ന് പുറകോട്ട് പോകുമെന്നും കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഏറ്റവും ഒടുവിലും അവർ ആ നിലയിൽ തന്നെ അവരുടെ 3ാം സീറ്റ് ആവശ്യത്തിൽ നിന്ന് ഒരു തരിമ്പും പിറകിലേക്ക് പോകാൻ താല്പര്യം പ്രകടിപ്പിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ ഇവരെ അനുനയിപ്പിക്കും, ഇന്ന് എങ്ങനെ ഈ സീറ്റ് വിഭജനം പൂർത്തിയാക്കി അതിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നതൊരു വലിയ ആശയക്കുഴപ്പമായി തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം നിലനിന്നിരുന്നു. അതിനിടയിലാണ് ഈ നിയമസഭ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം വന്നത്. പക്ഷേ ആ നിലയിലൊരു പ്രതിസന്ധി ഉള്ളത് കൊണ്ടല്ല, നിയമസഭ നീണ്ടുപോയത് കൊണ്ട് തന്നെയാണ് ഇന്ന് നേതൃയോഗം മാറ്റിയത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ, നാളെയും നിയമസഭയുണ്ട്, അതിനുശേഷം ഒന്നുകിൽ നാളെ അതല്ലെങ്കിൽ മറ്റന്നാൾ എന്ന നിലയിൽ തന്നെ വളരെ വൈകാതെ തന്നെ ഈ UDF നേതൃയോഗം ചേരുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ആ നിലയിൽ അതിനുള്ളിൽ തന്നെ ഇനി ആ 2 ദിവസത്തിനുള്ളിൽ തന്നെ ലീഗുമായി ബന്ധപ്പെട്ട് ഒരു ഉഭയകക്ഷി ചർച്ചയോ അതല്ലെങ്കിൽ സ്വകാര്യമായി ഉള്ള ഒരു ചർച്ചയോ, ആ നിലയിൽ തന്നെ ഒരു ചർച്ച നടത്തിയതിനു ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തും. അതിനുശേഷം ഈ സീറ്റ് വിഭജനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ ഈ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കണം എന്നുള്ളത് UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. കാരണം ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സജീവമാകുമെന്നൊരു പ്രഖ്യാപനത്തോടു കൂടിയായിരുന്നു UDF ജനുവരി മാസത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുന്നത്. പക്ഷേ CPIM ഉം LDFും ഒക്കെ ഈ സീറ്റ് വിഭജനം പൂർത്തിയാക്കുകയും അവർ കോട്ടയം സീറ്റിൽ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമൊക്കെ ചെയ്തിട്ടും UDFനെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് വിഭജനം പൂർത്തിയാക്കുക പോലും ചെയ്യാൻ കഴിയാത്തൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. മുസ്ലിം ലീഗ് ഉയർത്തിയ 3ാം സീറ്റ് ആവശ്യമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലേക്കാക്കിയത്. ഈ നിലയിൽ അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സജീവമാകാൻ ഈ കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം അവസാനിപ്പിക്കേണ്ടതുണ്ട് UDFനെ സംബന്ധിച്ചിടത്തോളം. ആ നിലയിൽ സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇന്ന് ചേരാനിരുന്ന UDF യോഗം മാറ്റി നിയമസഭാ സമ്മേളനം നീളുന്നതിനാലാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യമടക്കം ശക്തമായി ലീഗ് ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് ചേരാനിരുന്ന UDF യോഗം അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ആലുവ കുട്ടമശ്ശേരിയിൽ 7 വയസ്സുകാരനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം കാർ നിർത്താതെ പോയ കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വാഹനോടമ രഞ്ജിനി, കാർ ഓടിച്ച നെടുമ്പാശ്ശേരി സ്വദേശി ഷാൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. അപകടമുണ്ടാക്കിയ കാർ ഇന്ന് രാവിലെ ഇടപ്പള്ളിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്നലെ രാത്രിയിലാണ് അപകടമുണ്ടായത്. ശ്വാസകോശത്തിലും കരളിലും തലച്ചോറിലും ഗുരുതരമായി ക്ഷതമേറ്റ കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ശ്രീകാന്ത് പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വിവരങ്ങൾ. റീജിത്ത്, 2 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ ഉടമ രഞ്ജിനി, അതോടൊപ്പം രഞ്ജിനിയുടെ സുഹൃത്ത് ഷാൻ, ഈ 2 പേരുടെയും അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തി എന്നുള്ളതാണ് പോലീസിൽ നിന്നും കിട്ടുന്നത്. ഇവരെ കോടതിയിൽ ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടാനുള്ള
സാധ്യത കൂടുതലാണ്. കാരണം അതിന് തക്ക വകുപ്പുകൾ മാത്രമാണ് നിലവിൽ ഇവരെ അറസ്റ്റ് തൽക്കാലം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിപ്പോൾ വ്യക്തമാകുന്നു. ഇന്നലെയാണ് ഈ കുഞ്ഞിന്റെ ദേഹത്തു കൂടി കാർ കയറ്റിയിറക്കിയ ശേഷം വാഹനം നിർത്താതെ ഓടിച്ചു പോയത്. ഇന്ന് രാവിലെ ഇവരെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് ഇവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി. ഇവർ തന്നെയാണ് വാഹനം ഓടിച്ചത് എന്ന് തെളിഞ്ഞു. ശേഷമാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരി, 7 വയസ്സുകാരനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം കാർ നിർത്താതെ പോയ കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ശ്രീകാന്ത് അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. വാർത്തകളിലേക്ക് വീണ്ടും. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും ED നോട്ടീസ്. ഈ മാസം 19-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് ആവശ്യം. 6ാം തവണയാണ് കെജ്രിവാളിന് ED സമൻസ് അയക്കുന്നത്. കഴിഞ്ഞ 5 തവണയും കെജ്രിവാൾ ഹാജരായിരുന്നില്ല. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, രാഷ്ട്രീയ വേട്ട എന്ന വിമർശനം ആം ആദ്മി പാർട്ടി ശക്തമായി ഉയർത്തുന്ന പശ്ചാത്തലം, അതിനിടയിൽ ED കോടതിയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ വീണ്ടും നോട്ടീസ്. വിവരങ്ങൾ എന്താണ് ബൽറാം? റീജിത്ത്, ഇത് 6ാം തവണയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയക്കുന്നത്. ഈ ഫെബ്രുവരി 19-ന്, അതായത് വരുന്ന തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിനായി EDക്ക് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. കഴിഞ്ഞ 5 തവണ അയച്ച നോട്ടീസിനും കെജ്രിവാൾ ഹാജരായിരുന്നില്ല EDക്ക് മുന്നിൽ. തനിക്ക് എതിരായ EDയുടെ നോട്ടീസ് രാഷ്ട്രീയ പ്രേരിതം കെജ്രിവാൾ ആരോപിച്ചത്. ആം ആദ്മി പാർട്ടിയും ഇക്കാര്യം ആവർത്തിച്ചു. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് EDയുടെ ഭാഗത്തു നിന്ന് എന്നും BJPയുടെ ഒരു ആയുധമായി പ്രവർത്തിക്കുകയാണ് ED എന്നുമാണ് ആം ആദ്മി പാർട്ടി ആരോപിച്ചത്. അതുകൊണ്ട് തന്നെ തനിക്ക് എതിരായ ഈ നോട്ടീസ് നിയമം ലംഘിച്ചതാണ് എന്നും കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. കേസിൽ തൻ്റെ പങ്ക് എന്ത്, അല്ലെങ്കിൽ സാക്ഷി എന്ന പേരിലാണോ പ്രതി എന്ന പേരിലാണോ താൻ EDക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത് എന്ന് നോട്ടീസിൽ പരാമർശിച്ചിട്ടില്ല എന്നും അക്കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുമാണ് EDക്ക് ആദ്യ 4 നോട്ടീസുകൾക്ക് നൽകിയ മറുപടികളിൽ കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നോട്ടീസിലും കെജ്രിവാൾ ഹാജരാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. അതേസമയം EDയുടെ ഭാഗത്തു നിന്നും കടുത്ത നടപടികൾ ഉണ്ടായേക്കും എന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. കാരണം നിയമപരമായ നീക്കങ്ങളും ED ഇക്കാര്യത്തിൽ നടത്തിയിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ കെജ്രിവാളിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിയ ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടി ആകട്ടെ രാഷ്ട്രീയമായി തന്നെ ഇതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ്, പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് അടുത്ത ഒരു പശ്ചാത്തലത്തിൽ. റീജിയൻ. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സപ്ലൈകോയ്ക്ക് 2000 കോടി വകയിരുത്തിയിട്ടുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ബജറ്റിൽ പ്രഖ്യാപിച്ചതിനേക്കാൾ 70 കോടി രൂപ കൂടുതൽ ലഭിക്കും. സപ്ലൈകോയിൽ സാധനങ്ങളുടെ ക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. ബജറ്റ് ചർച്ചയിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു ധനമന്ത്രി. 900 കോടി ബഡ്ജറ്റിൽ വെക്കുമ്പോഴാണ് ശരാശരി 2000 കോടിയിലധികം കൊടുക്കുന്നത്. ഈ വർഷം ഞാനിവിടെ പറയുന്നു 2000 കോടി, 1930 2000 കോടി ആ ഇനത്തിൽ ബാക്കിയും കൂടി വെച്ച് 2000 കോടി തന്നെ ഈ ഭക്ഷ്യ വിതരണ മേഖലയിലേക്ക് മാറ്റിവെക്കും സാർ. വിദേശ സർവകലാശാല വിഷയത്തിൽ മലക്കം മറിഞ്ഞ് ധനമന്ത്രി KN ബാലഗോപാൽ. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നാണ് ബജറ്റിൽ പറഞ്ഞത്. ഇത്തരം ചർച്ചകൾ പോലും പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇക്കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരങ്ങളും ചർച്ചകളും വേണം. വിദേശ സർവകലാശാലയെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളെപ്പറ്റി ചർച്ച വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. CPM അല്ല എല്ലാ നയവും ഗവൺമെന്റ് നടത്താൻ ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ചെയ്യും. കാരണം ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല ഇവിടെ. പക്ഷേ പൊതുവായ മാനദണ്ഡങ്ങൾ നോക്കിയേ പറ്റൂ. ഇത്തരം ചർച്ചകൾ പോലും പാടില്ല എന്ന് പറഞ്ഞൊരു ചർച്ച വരുന്നത് ശരിയല്ല. VA ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, വിദേശ സർവകലാശാലകളുടെ കാര്യത്തിൽ ഒരു വലിയ വിവാദമായത് രൂപപ്പെടുകയും മുന്നണിക്കകത്ത് നിന്ന് തന്നെ ശക്തമായ എതിർപ്പ് രൂപപ്പെടുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലം, ഭക്ഷ്യവകുപ്പിനെ തഴഞ്ഞു, സപ്ലൈകോയ്ക്ക് തുകയില്ല, വേണ്ടത്ര തുക നൽകിയില്ല എന്നൊക്കെയുള്ള CPIയുടെ പരാതി, ഈ വിഷയങ്ങളിലൊക്കെ ധനമന്ത്രി സഭയിൽ നിലപാട് വ്യക്തമാക്കുന്നത് എങ്ങനെയാണ് ഗിരീഷ്? രഞ്ജിത്ത്, നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള പൊതു ചർച്ചകൾക്കുള്ള മറുപടിയിലാണ് ധനമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും അതോടൊപ്പം തന്നെ ചില പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസം തന്നെ വിവാദമായ സപ്ലൈകോയ്ക്ക് തുക അനുവദിച്ചില്ല എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു. സപ്ലൈകോ ഉൾപ്പെടെയുള്ള പൊതുവിതരണ സംവിധാനത്തിന് ബജറ്റ് വിഹിതം 2001 കോടി രൂപയായി ഉയർത്തുകയാണ് ഇപ്പോൾ ചെയ്തത്. നേരത്തെ 1930 കോടി രൂപയാണ് ഇതിനായി നീക്കിവെച്ചിരുന്നത്. ഇക്കാര്യത്തിൽ
മുൻ വർഷത്തെ പോലെ തന്നെ 2000 കോടിയിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്തെ സർക്കാർ ഭൂമികളുടെ സംരക്ഷണ പദ്ധതിക്കായി പ്രത്യേക തുക അനുവദിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾക്കായി 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് പെൻഷനുമായി ബന്ധപ്പെട്ട ധനമന്ത്രി വ്യക്തമാക്കിയ ചില നിലപാടുകളാണ്. ക്ഷേമ പെൻഷൻ ഇപ്പോൾ എന്തായാലും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിലവിലുള്ള കുടിശ്ശിക ഉൾപ്പെടെയുള്ളവ കൊടുത്തു തീർക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിനുള്ള വിഹിതം 120 കോടി രൂപയായും ധനമന്ത്രി ഉയർത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട നിലപാട് മാറ്റമാണ്. വിദേശ സർവകലാശാലകളുടെ കാര്യം നേരത്തെ തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെതിരെ CPI ഉൾപ്പെടെ വിമർശനം ഉയരുകയും ഇക്കാര്യത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ല എന്ന വിമർശനം വലിയ തോതിൽ ഉയരുകയും ചെയ്തു. തുടർന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ ഇക്കാര്യത്തിലുള്ള പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ധനമന്ത്രിയുടെ നിലപാട് മാറ്റം വന്നിരിക്കുന്നത്. വിദേശ സർവകലാശാലകൾ എന്നത് ഒരു നയമായി പ്രഖ്യാപിച്ചിട്ടില്ല, മറിച്ച് പൊതു ചർച്ചകൾ വേണമെന്ന അഭിപ്രായമാണ് ബജറ്റിൽ മുന്നോട്ട് വെച്ചതെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത്. ശ്രീജിത്ത്. ശരി, VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വാർത്തകളിലേക്ക് വീണ്ടും. കൊച്ചി ബാർ വെടിവെപ്പ് കേസിൽ 5ാം പ്രതി പിടിയിൽ. കളമശ്ശേരി സ്വദേശി മനുവാണ് പിടിയിലായത്. നിരവധി കേസുകളിൽ പ്രതിയാണ് മനുവെന്ന് നോർത്ത് പോലീസ് അറിയിച്ചു. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, എങ്ങനെയാണ് ഇയാൾ പിടിയിലാവുന്നത്? ഈ മനുവിന്റെ പങ്കാളിത്തം സംബന്ധിച്ച് അന്വേഷണ സംഘം വിശദീകരിക്കുന്നത് എന്താണ് അജീഷ്? ശ്രീജിത്ത്, ഇടശ്ശേരിയിൽ ഞായറാഴ്ച രാത്രി 11:45 ബാർ ജീവനക്കാരെ തോക്കുപയോഗിച്ച് വെടിവെച്ച് പരിക്കേൽപ്പിച്ച കേസിലെ 5ാം പ്രതിയാണ് ഇന്ന് പിടിയിലായ കളമശ്ശേരി സ്വദേശിയായ മനു. ഇയാൾ 3 ദിവസമായി ഒളിവിലായിരുന്നു. മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് എറണാകുളം നോർത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. നേരത്തെ 2, 3, 4 പ്രതികൾ അറസ്റ്റിലായിരുന്നു. ഇനി പിടിയിലാകാനുള്ളത് മുഖ്യപ്രതിയായ വിനീതാണ്. ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി, അജീഷ് ജയകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. 22 അംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. നിജോ ഗിൽബർട്ടാണ് നായകൻ. സദീവൻ ബാലൻ പരിശീലകനാകും. ഈ മാസം 21 മുതലാണ് മത്സരങ്ങൾ. അനിൽ വാസുദേവ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനിൽ, വിവരങ്ങൾ എന്താണ്? ശ്രീജിത്ത്, വലിയ പ്രതീക്ഷയിലാണ് സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീം. ഇപ്പോൾ തന്നെ 77ാമത് സന്തോഷ് ട്രോഫിക്കുള്ള 22 അംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരിശീലകൻ സദീവൻ ബാലൻ വലിയ പ്രതീക്ഷയിലാണ്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ നിജോ എൽബർട്ടാണ്. തിരുവനന്തപുരം സ്വദേശിയാണ്. കഴിഞ്ഞ തവണ കൈവിട്ട കിരീടം ഇത്തവണ വീണ്ടെടുക്കാം. അരുണാചലിലാണെങ്കിൽ പോലും ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിലാണെങ്കിലും കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ കൂടി വലിയ ഇത്തവണ തിരിച്ചെടുക്കാനുള്ള ഒരു ടീം ഉണ്ട് തന്നെയാണ് കേരള ടീം. പരിശീലകനും കോച്ചും ഒക്കെ അല്പസമയത്തിന് മുമ്പ് നമ്മളോടൊപ്പം സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഒപ്പം തന്നെ പ്രിലിമിനറി റൗണ്ടിൽ കേരളം വലിയ രീതിയിൽ ഗോൾ സ്കോറിംഗ് ആയിരുന്നു. 12-ലധികം 13 ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ ഒരു ആക്രമണം ഫുട്ബോൾ തന്നെയായിരിക്കും കേരള ഈ പ്രാഥമിക റൗണ്ടിലും ഇനിയുള്ള റൗണ്ടുകളിലും ഒക്കെ തന്നെ കാഴ്ചവെക്കുക എന്ന് പറയുന്നത്. ശക്തരായ എതിരാളികളാണ്. അസമും ഗോവയും അടക്കമുള്ള എതിരാളികളാണ്. എന്നിരുന്നാൽ പോലും കേരളത്തിന് വലിയ പ്രതീക്ഷയാണ്. ഇത്തവണ കിരീടം വീണ്ടെടുക്കാമെന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് കേരളം സന്തോഷ് ട്രോഫി നേടിയതിന്റെ 50ാം വാർഷികമാണ്. ആ 50ാം വർഷത്തിൽ കേരളത്തിന്റെ 8ാം കിരീടം നേടാനാവുന്ന പ്രതീക്ഷയാണ് കോച്ചും ക്യാപ്റ്റനുമെല്ലാം 24നോട് പങ്കുവച്ചത്. ശരി, അനിൽ വാസുദേവ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. 22 അംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. BAPS ഹിന്ദു ക്ഷേത്രം ഭക്തർക്ക് സമർപ്പിക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ക്ഷേത്രത്തിലെത്തും. അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം പുരോഗമിക്കുകയാണ്. അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ UAE സന്ദർശനത്തിലെ ഏറ്റവും സുപ്രധാനമായ ചടങ്ങിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. അബുദാബിയിലെ BAPS ഹിന്ദു മന്ദിറിൻ്റെ ഭക്തർക്കായി സമർപ്പിക്കുന്ന ചടങ്ങ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നടക്കും. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി ഈ ഒരു ക്ഷേത്രം ഇന്ന് ഭക്തർക്ക് സമർപ്പിക്കും. നമുക്കറിയാം, ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ചിരുന്നു. മഹന്ത് സ്വാമി മഹാരാജിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളെല്ലാം തന്നെ രാവിലെ മുതൽ തന്നെ പുലർച്ചയോടുകൂടി തന്നെ ആരംഭിച്ചത്. ഈ പൂജാ ചടങ്ങുകളെല്ലാം തന്നെ അവസാനിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി എത്തുന്നു, ഭക്തർക്ക് ഈ ഒരു ക്ഷേത്രം സമർപ്പിച്ച് നൽകുന്നത്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ആ ഒരു കൂറ്റൻ ക്ഷേത്രം. പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശിലാക്ഷേത്രമാണ് ഇന്ന് സമർപ്പിക്കുന്നത്. ഇന്തോ അറബ് സംസ്കാരങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് പൂർണ്ണമായും ശിലയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. 55,000-ലധികം
ചതുരശ്ര മീറ്ററിലാണ് ഈ ഒരു ക്ഷേത്രം നിലകൊള്ളുന്നത്. 27 ഏക്കറാണ് ക്ഷേത്രത്തിന് മൊത്തമായുള്ള സ്ഥലം. ഈ സ്ഥലം അത്രയും ഈ സർക്കാർ സൗജന്യമായി വിട്ടുകൊടുത്തതാണെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. 2015 ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. 2015 ശേഷം 2019 ഇതിൻ്റെ ശിലാസ്ഥാപനം നടന്നു. പിന്നീട് ഇങ്ങോട്ട് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഓരോ ദിവസവും കോവിഡ് കാലത്തടക്കം കൃത്യമായുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് ഇവിടെ പുരോഗമിച്ചിരുന്നത്. ഇന്ത്യയിൽ നിന്നടക്കം ശിലകൾ നേരിട്ടെത്തിച്ചാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇന്തോ അറബ് സംസ്കാരത്തിൻ്റെ കൃത്യമായ സങ്കലനം ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ശില്പങ്ങളാണ് ഇവിടെ പൂർണ്ണമായും കൈകൊണ്ട് തീർത്തിരിക്കുന്നത്. മെസപ്പൊട്ടാമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, അതോടൊപ്പം തന്നെ UAE പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, UAE അബുദാബിയിലുള്ള ഷെയ്ഖ് സായിദ് മോസ്ക്, അതോടൊപ്പം തന്നെ ഫ്യൂച്ചർ മ്യൂസിയം ഉൾപ്പെടെയുള്ള UAE വലിയ സ്മാരകങ്ങളെല്ലാം, വലിയ സ്തംഭങ്ങളെല്ലാം തന്നെ ഇവിടെ കൈകൊണ്ട് കൊത്തിവെച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഈ ഒരു ക്ഷേത്രം. ഓരോ ദിവസവും 10,000-15,000 ആളുകൾക്ക് ഇവിടെ സന്ദർശനം നടത്താനുള്ള സൗകര്യമുണ്ട്. ഈ മാസം 18 മുതലാണ് സന്ദർശകരെ ഇവിടെ പ്രവേശിപ്പിക്കുക. ആദ്യഘട്ടത്തിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത ആളുകൾക്കായിരിക്കും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടാവുക. മാർച്ച് 1 മുതൽ എല്ലാ ആളുകൾക്കും ഈ ക്ഷേത്രത്തിലേക്ക് വരാമെന്ന് നേരത്തെ തന്നെ അധികൃതർ അറിയിച്ചിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും. ഈ ഒരു ക്ഷേത്രം ഭക്തർക്ക് സമർപ്പിക്കും. കാത്തിരിക്കുകയാണ് UAE-ലെങ്ങുമുള്ള വിശ്വാസ സമൂഹം. അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ആ റിപ്പോർട്ടോടുകൂടി ഇപ്പോൾ കിട്ടിയതിന് സമയം പൂർത്തിയാവുകയാണ്.